ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ആവണ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും പുറത്തിറങ്ങിയപ്പോൾ നോക്കി നല്ല തണുപ്പും മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും നല്ല ഫോഴ്സിലാട്ടോ ഇങ്ങനെ കോട ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ്. അതേപോലെ തന്നെ നോക്കി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ വെട്ടി വിട്ടിട്ടതിന് ശേഷം നന്നായിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി, നല്ല ഉണ്ട ചെമ്പരത്തിയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ താഴേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഡോഗിനൊന്ന് തുറന്നു വിടും. അപ്പോൾ ഡയനിനെ ഞാൻ തുറന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൂട്ടി കയറണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തുറന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ആളെന്തായാലും. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കോഴികൾ എന്താ പരിപാടി നോക്കണം. അതേപോലെ തന്നെ രാവിലെ തന്നെ അവർക്ക് ഫുഡും വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മളൊന്നും കൂടി മാറ്റി കൊടുക്കണം. അതായത് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും പുറത്തങ്ങനെ അയച്ച് വിടുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ കൂട്ടിലിടുവാണേ. കാരണം പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതാ നോക്കിയാൽ നമ്മുടെ ഈ ഒരു കേജിലാട്ടോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ നോക്കിയാൽ സേഫായിട്ട് തന്നെ ഇരിക്കണം. മറ്റേത് പട്ടികളൊക്കെ ഇങ്ങനെ ഇട്ട് ഓടിച്ചിട്ട് ഭയങ്കര എന്താ പറയുക, കോഴികളായാലും നന്നായിട്ട് പേടിച്ച് വിറച്ച് ഓടും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തായാലും ഈ ഒരു കേജിങ് സിസ്റ്റത്തിലാട്ടോ ഇട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മൾ ഫീഡും വാട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും. രാവിലെ നമുക്ക് എന്തായാലും അരി കൊടുക്കാം കേട്ടോ. അരി കൊടുത്തിട്ട് ഒരു 10 മണിയൊക്കെ അതിന് ശേഷം 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും മുട്ടയിട്ട് കൊടുക്കും. അതിന് ശേഷം നമുക്ക് ഫീഡൊന്ന് മാറ്റണം. അപ്പോൾ എന്തായാലും അവർക്ക് ഫീഡും വാട്ടറൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കായാലും നമ്മളിങ്ങനെ രാവിലത്തെ മോർണിംഗ് ബ്ലോഗ് ഇടുന്നൊരു ടൈമിൽ ഇതുപോലെ കോടമഞ്ഞൊക്കെ കാണിക്കുന്ന ഒരു ടൈമിൽ അവർക്കായാലും നമ്മുടെ ആ ഒരു മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതം കാണാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എന്താണ് നിങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല. ഇന്നും നല്ല ഫോഴ്സിലാട്ടോ കോട ഇറങ്ങിയിട്ട് നോക്കി ആ ഒരു ബാക്ക് വശമൊക്കെ മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കണം. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ് നമുക്ക് ഇന്നും. അങ്ങനെ എന്തായാലും ആ ഒരു മഞ്ഞ് തെളിച്ച് കിടക്കുന്ന ഈ ഒരു മോർണിംഗിൽ മഞ്ഞും തണുപ്പോട് കൂടിയ നമ്മുടെ ഒരു പ്രഭാതം നമ്മളിത് അവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീച്ച വഴിക്ക് ആദ്യം നമ്മുടെ കോഴികളെയും അതുപോലെ തന്നെ നമ്മുടെ പട്ടിക്കൊക്കെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നേരെ വന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. ആദ്യം വന്നതും നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കത്തിച്ചെടുക്കാൻ കുറച്ച് പാട് വിട്ടു കേട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ പുറത്ത് തണുപ്പാണെന്ന് തന്നെ നമ്മൾക്ക് എത്രത്തോളം വിറകൊക്കെ ചൂടാക്കാൻ വേണ്ടി വര വെച്ച് കിടന്നാൽ പോലും നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും തണുത്തിങ്ങനെ മരിച്ചു കിടക്കരുത്. അങ്ങനെ കുറച്ച് പാട് വെട്ടുന്നാലും കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തീ കത്തിയതും ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളം ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അരിയെല്ലാം ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും കൂടി പറ്റും. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ മട്ടരി ആട്ടോ, അതായത് നമ്മുടെ വടിമട്ട എന്നാണ് നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ നന്നായിട്ട് 2-3 വെള്ളത്തിൽ കഴുകുന്നത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിടാം കുറച്ച് നേരം. അതായത് വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ചിടാം. നല്ല രീതിയിൽ കഴുകും തോറും അതിന് ആ ഒരു ചെളി കളറൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 3-4 വട്ടം ഞാനിപ്പോൾ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്. അതിന് ശേഷം നമുക്കിനി എന്തായാലും ഇടുന്നതിന് കുറച്ച് മുന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകാം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ചിക്കൻ ആട്ടോ കറി വയ്ക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ചിക്കനും കൂടി ഒന്ന് കഴുകി എടുക്കാനുണ്ട്. അങ്ങനെ അരിയെല്ലാം കഴുകിയത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് ചിക്കൻ കഴുകിയിട്ടൊന്ന് വെള്ളം തോരാൻ വേണ്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കവുങ്ങുണ്ടല്ലോ, കവുങ്ങൊക്കെ നമ്മളിങ്ങനെ വെട്ടി കീറിയിരുന്നതിൻ്റെ ഒരു അലക് എന്നാണ് നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ ആ അലകാണ്, നല്ല ഉണങ്ങിയ അലകാണെന്ന് ഞാൻ തീ പിടിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഞാൻ കത്തും കുടിച്ച് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും കത്തുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്കിത് ചിക്കൻ കറിയാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിനി ചിക്കനിലേക്ക് ഇടാൻ ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളകിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരു പാത്രമൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളത് വേറെ എങ്ങോട്ടല്ല കേട്ടോ. നമ്മൾ തന്നെ ഇവിടെ കുറച്ച് നാട്ടിൽ പിടിപ്പിച്ചത് നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികളുണ്ടല്ലോ. അപ്പോൾ അതിലിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ പറിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും നമുക്ക് എന്നാലും വീട്ടാവശ്യത്തിന് അത്യാവശ്യത്തിന് ഇപ്പോഴും ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു ലെവൽ ഫുള്ളായിട്ട് നമ്മൾ നീളത്തിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഗാർഡനിലുള്ള നമ്മുടെ കുറേ പൂച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കുവാണേ. അപ്പോൾ എന്തായാലും നമുക്ക് ആവശ്യമുള്ള കുറച്ച് മുളകൊന്ന് പറിച്ചെടുക്കണം. ഇത്രയും നേരം നമ്മൾ ഉള്ളിൽ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നുണ്ട്. അപ്പോഴത്തേനും പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു കോട കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ കുറഞ്ഞൊന്നും അറിയാൻ വേണ്ടി പറ്റില്ല, എന്നാലും ചെറിയൊരു ശമനം ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുളകുകളിൽ തന്നെ നല്ല നീളമുള്ള മുളകുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഉണ്ട പോലത്തെ മുളകുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂത്ത് വളഞ്ഞ് നിൽക്കുവാണേ. ചിലതൊക്കെ മൂത്ത് നോക്കി ആ ഒരു ചെടിയിൽ തന്നെ നിന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് കുറച്ച്. പിന്നെ അതായത് നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് നോക്കി ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു പ്ലാന്റ് അടുത്ത് നിറച്ച് പൂക്കളുണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴുത്ത മുളകുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ പറിച്ചെടുക്കാം. നേരത്തെ അപേക്ഷിച്ച് കുറച്ച് മുളക് കുറഞ്ഞെന്ന് പറയട്ടെ. കാരണം ഇതിപ്പോൾ ഈ ഒരു തൈ നമ്മൾ നട്ടു കൊടുത്തിട്ട് കുറച്ച് അധികം നാളായാലും. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നന്നായിട്ട് തന്നെ നമുക്ക് പറിക്കാനും ഉണ്ടായിരുന്നു മുളക്. പിന്നെ ഞാൻ കുറച്ച് മുളകൊക്കെ എടുത്ത്
ഉണക്കി, അതായത് നമ്മുടെ മോരുമുളകൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളകൊന്ന് പറിച്ചെടുക്കട്ടെ. മുളകിലേക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു മഞ്ഞളുള്ളിലേക്ക് കയറ്റിയിട്ട് ആ ഒരു മുളകിൻ്റെ ഇലകളുടെ അടിഭാഗത്തൊക്കെ ഒരു നനവുണ്ട് കേട്ടോ നന്നായിട്ട്. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ എത്രത്തോളം വീഡിയോ എടുക്കും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്ന ഒരു ടൈമിൽ അതിൻ്റെ അടുത്ത് മിക്ക ദിവസം വരുന്നൊരു കമൻറ്റാണ്, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് പണിക്ക് കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട്. നമുക്ക് 7 ചേച്ചിമാരുണ്ട് പണിക്ക്. നമ്മുടെ ഏലത്തിനാണോ പണിയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അറിയാത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും മുളകെല്ലാം ഒന്ന് പറിച്ചെടുക്കട്ടെ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇടയിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ. മേൽഭാഗത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചിലതൊന്നും അധികം ഇല്ലാന്ന്. പക്ഷേ ഇപ്പം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഇടയിലേക്കൊക്കെ ആ ഒരു താഴേക്കിന് മണ്ണിലേക്ക് മുട്ടിയിട്ടുള്ളതൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. എന്തായാലും പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തായാലും എല്ലാം ഒന്നും പറിക്കുന്നില്ല, എന്നാലും കുറച്ചൊന്ന് പറിച്ച് വയ്ക്കാം കേട്ടോ. കാരണം നമുക്കിനി തോരൻ വയ്ക്കണം, കറിയിലേക്ക് അങ്ങനെ കുറച്ചൊക്കെ വേണം. അപ്പോൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് കൂടി പറിക്കുകയൊന്നും വേണ്ടല്ലോ. നമുക്ക് കുറച്ചൊന്ന് പറിച്ചുകൊണ്ട് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായല്ലോ. അപ്പോൾ ആ ഒരു പഴുത്ത മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എരിവാട്ടോ ഈ ഒരു മുളകിന്. നമുക്കൊരു 3-4 തന്നെ മതി കേട്ടോ. തോരനിലൊക്കെ ആയാലും 2 തന്നെ ധാരാളം. കാരണം നല്ല മൂത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഇത്രയും മുളക് പറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നോക്കി ഇവിടെ ഒരു പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ. സംഭവം നോക്കി നമ്മുടെ പപ്പായയുടെ ഒരു തൈയാണ്. ഇപ്പോൾ നോക്കി തൈ മാത്രമല്ല, ഇപ്പോൾ ചെറിയ രീതിയിൽ കായൊക്കെ ഇട്ട് കൊടുക്കിൻ്റെ മുകളിലേക്കായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതുമായിട്ട് നേരെ കിച്ചണിലേക്ക് പോകാം. പഴുത്തതും പച്ചയും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്തൊക്കെ ഞാൻ മിക്സ് ആയിട്ടാണ് പറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗാർഡനിലേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെലസ്റ്റോമ ഇന്നും ഇങ്ങനെ പൂവിൽ കുളിച്ച് നിൽക്കുകയാണ്. കാരണം ഡെയിലി ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ മിറ്റമൊക്കെ ഒന്ന് അടിക്കാണ്ട് കുറേ പരിപാടി ഉണ്ട്. അപ്പം തന്നെ ഇനി പോയിട്ട് പെട്ടെന്ന് ചിക്കൻ കറിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പച്ചമുളക് ഇപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുള്ളൂ. അതുകൊണ്ട് നമ്മളിനി കഴുകിയിട്ടില്ലേ പോലും നമുക്ക് ഫ്രഷ് ആയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ നമ്മളങ്ങനെ ജൈവവളങ്ങൾ മാത്രമല്ല യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ രാസവളങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഈ ഒരു പച്ചമുളകെല്ലാം നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ സമാധാനത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതായി നമുക്ക് സവോള വേണ്ടോ. കുറച്ച് അധികം പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് നമ്മളിന്ന് കറി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സവോളയൊക്കെ കുറച്ച് അധികം വേണം. അപ്പോൾ ഞാൻ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഒരുപാട് വലിയ സവോളയല്ല, എന്നാൽ തീരെ കുഞ്ഞത് വരാം. ഒരു മീഡിയം സൈസ് സവോളകളാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും. അപ്പോൾ എന്തായാലും തോലൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കട്ടെ. തോല് കളയുന്നതിനേക്കാൾ നമുക്ക് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞെടുക്കലാട്ടോ. ഇപ്പോൾ ആ ഒരു തോല് കളയുമ്പോൾ പോലും ചെറുതായിട്ട് അതിന് ഒരു വെള്ളം തട്ടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അരിയുക എന്ന് പറയുമ്പോൾ നല്ല ടാസ്ക്കുള്ള പരിപാടി തന്നെയാണ്. എന്നിട്ട് നമുക്ക് അരിയാതിരിക്കാനും പറ്റില്ല. നമ്മുടെ പണി നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് അരിഞ്ഞാൽ നടക്കുന്നുണ്ട് തന്നെ. എന്തായാലും പെട്ടെന്ന് നിൽക്കുന്ന തോലൊക്കെ കളഞ്ഞൊന്ന് കഴുകി നമുക്കൊന്ന് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ തക്കാളി എടുക്കണം. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ ചിക്കൻ്റെ കാണിക്കുന്നില്ല. അതായത് ഞാൻ ചിക്കൻ കറി വെക്കുന്നതൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂടുതലാണെങ്കിൽ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു ടൈമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനുശേഷം നമുക്ക് പുതിയ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. റെസിപ്പി ആയിട്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എന്തായാലും നമുക്ക് കുറച്ചധികം തിരക്കിലുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാക്കട്ടെ. തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഞാൻ 2 ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കേണ്ട. അപ്പം എന്നാൽ ഞാൻ പോയിട്ട് കഴുകിയെടുക്കട്ടെ. എന്തായാലും തോലെല്ലാം കളഞ്ഞു പോകുന്നതിന് ഈ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ എന്താവുമെന്ന് അറിയില്ല കേട്ടോ. കാരണം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സവോള കൂടി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടും പാടത്തുണ്ട്. നമ്മളിങ്ങനെ അരിയുമ്പോഴത്തേനും അതിനിങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോല് കളഞ്ഞെടുത്തപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയാണ്. അപ്പം ഇനി എന്താവും നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകട്ടെ. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം നമ്മളിതാ തോലെല്ലാം കളഞ്ഞ് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതാരും മേൽഭാഗത്തൊരു സംഭവമല്ല. അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ അതാ ഞാനിപ്പോൾ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അരിയുന്നത്. അപ്പോൾ ചെറുതായിട്ട് നല്ല നൈസായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. എത്രത്തോളം നമുക്ക് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം അതിനനുസരിച്ച് നമുക്ക് വഴറ്റുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വഴന്ന് വരും. പിന്നെ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി, പെട്ടെന്ന് അങ്ങ് വഴന്ന് വന്നോളും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇത്രയാണ് തോലൊക്കെ കളഞ്ഞ് കഴുകി എടുത്തുള്ളത്. അപ്പോൾ നമുക്കിനി അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സവോള കരിയുന്ന ടൈമിൽ എന്നെപ്പോലെ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം
എനിക്ക് ഇപ്പോൾ ചെറുപുള്ളി ആയാലും തന്നെ ഇതുപോലെ സവോളയൊക്കെ ആയാലും എത്ര ഇനിയിപ്പോൾ കുറച്ചായിരിക്കുകയാണെങ്കിൽ പോലും നന്നായിട്ട് കേട്ടോ കണ്ണിൽ നിന്ന് വെള്ളം വരിക. കാരണം അത്രത്തോളം നല്ല രീതിയിൽ നീച്ചലായിരിക്കും കേട്ടോ. കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് മാത്രമല്ല, അതൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേന് ചെറുതായിട്ട് ജലദോഷം വരെ പിടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കൂടി ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം സംഭവങ്ങളൊക്കെ അരിയാനുള്ളത് ഞാൻ കത്തിയൊക്കെ ഇന്നലെ വൈകിട്ട് നന്നായിട്ട് തേച്ച് മൂർച്ച കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കത്തിയുടെ മൂർച്ചയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാറപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളാരങ്കല്ലുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് അതിൽ വെച്ചിട്ടാട്ടോ നമ്മളിപ്പോൾ തേച്ചെടുത്തുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മൂർച്ചയുണ്ട്. നമുക്ക് തേച്ചെടുക്കാനെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തേച്ചെടുത്തെങ്കിൽ പിന്നെ നന്നായിട്ട് മൂർച്ചയുണ്ട്. ഈ പെട്ടെന്ന് തൊട്ട് നമ്മുടെ പരിപാടി വരില്ല. അങ്ങനെതാ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് ഒക്കെ നമ്മളിത് അവിടെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഇടികല്ലിട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ. എന്താണ് ഒന്ന് ചതച്ചെടുക്കാണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ നല്ല അരി ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയി തുടങ്ങിയിട്ട് നമുക്കിനി ചിക്കൻ കറി വയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അങ്ങനെ എന്തായാലും എല്ലാം അരിഞ്ഞ് വന്നപ്പോഴത്തേന് എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എന്തായാലും പറഞ്ഞത് ഒട്ടും തെറ്റിയില്ല കേട്ടോ. കാരണം അത്രത്തോളം നല്ല നീച്ചൽ തന്നെയായിരുന്നു കേട്ടോ സവോളയ്ക്ക്. എന്തായാലും ഒരു വിധത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സവോള എല്ലാം നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് തോരൻ വെക്കണം. എന്നാലും തോരൻ വെക്കാനുള്ള സവോളയും കൂടി ഒന്ന് നമ്മൾ വേറെ രീതിയിൽ കുറച്ചത് കൊത്തി എരിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കണം. അതുകൂടി കഴിഞ്ഞ് സവോള ആയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് വെച്ചിട്ട് നേരെ പോണത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പോയിട്ട് പറിച്ചെടുത്തിട്ട് വന്നാലോ. അപ്പോൾ എന്തായാലും നേരെ പോയിട്ട് കറിവേപ്പില പൊട്ടിക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇതൊന്നും പൊട്ടിക്കാറേ ഇല്ല കേട്ടോ. കാരണം ഒന്നും മുരടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാനങ്ങനെ കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് വിട്ട് പിന്നെ അങ്ങനെ കുറേ നാളിപ്പോൾ പൊട്ടിക്കാതെ നിർത്തിയതിന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ കാടൊക്കെ അടിയിൽ ഫുൾ അടിനെ കളഞ്ഞിട്ട് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറച്ച് ഹെൽത്തി ആയിരുന്നു പറയാം കേട്ടോ. എന്തായാലും പിന്നെ കുറച്ച് നാളായല്ലോ പൊട്ടിച്ചിട്ടും. അപ്പോൾ ഇതാ താഴെ കൂടെയൊക്കെ നന്നടഞ്ഞ് ചെറിയ മുളകളൊക്കെ വന്നിട്ട് ഒന്ന് സ്പ്രെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഒരുപാടൊന്നും വേണ്ട, നമുക്ക് നമുക്ക് തോരലിൽ പോകുമ്പോൾ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മാത്രം ഒന്ന് പൊട്ടിക്കാം കേട്ടോ. കുറച്ച് നാളെ തന്നെ നമ്മളിന്ന് അങ്ങനെ പൊട്ടിക്കാതെ നിർത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ചെറിയൊരു കയറങ്ങൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മുകളിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ തളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു കറിവേപ്പിലേൻ്റെ മണം, ഒരു ഫ്രഷ്നെസ്സോട് കൂടിയുള്ളൊരു മണം നല്ല ഇഷ്ടമാട്ടോ എനിക്ക്. എന്തായാലും ഞാൻ എന്തായാലും കുറച്ച് ഒരു ഇടഭാഗത്തു നിന്ന് തന്നെ കുറച്ച് പൊട്ടിച്ചെടുക്കണ്ടേ. ഇലയൊക്കെ നല്ല വലിപ്പമുള്ള ഇല തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഇലയൊക്കെ നല്ല വലിപ്പമുള്ള ഇലകളായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ആവശ്യമില്ല. ഒരു 3-4 തണ്ടന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ ഞാൻ ആവശ്യമുള്ള കുറച്ചൊന്നും നമുക്ക് തോരനും കൂടി വെക്കണം. എന്നാലും അതിലേക്കും കൂടി ആയിട്ട് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടില്ലേ. ഇനി ഞാനിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണോ ഒരാശാനം അവിടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്ന് എന്തായാലും തോരനും വെക്കണം. അപ്പോൾ തോരൻ വെക്കാനുള്ള സംഭവം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് കുറച്ച് സാഹസികം പിടിച്ച വഴികളിലൂടെയാണ് കേട്ടോ. അത് വേറൊന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് കുറേ നമ്മുടെ ഏലൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഏലത്തിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ രീതിയിലുള്ള കാടും കടന്ന് വേണം നമ്മളത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാം. കാരണം ഓൾമോസ്റ്റ് ഒക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് വലുപ്പമുള്ളതും വേണ്ട, എന്നാൽ തീരെ കുഞ്ഞതും പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു മീഡിയം സൈസുള്ളത് നോക്കിയിട്ട് ഒരെണ്ണം പൊട്ടിക്കുക. അതേപോലെ നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഉദിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടോ. നമ്മൾ നേരം വെളുത്ത് വന്ന് പുറത്തിറങ്ങിയപ്പോഴേക്ക് നല്ല കോടയും തണുപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ടൈം ആയതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. നോക്കി എൻ്റെ കറക്റ്റ് ഒരു തലയിലേക്ക് കുത്തുന്ന രീതിയിലാണ് ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതങ്ങ് പൊട്ടിച്ചെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വലുപ്പമുള്ളതും അല്ല, എന്നാൽ അത്യാവശ്യം വലുപ്പമുണ്ട്. എന്നാലും നമുക്കിനി ഇത് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതായിട്ട് നേരെ പോകാം. നമുക്കിത് നീളം കപ്പളങ്ങ കേട്ടോ. നമ്മളിവിടെ കപ്പളങ്ങ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ പപ്പായ എന്നൊക്കെ പറയട്ടെ. ഓരോ സ്ഥലങ്ങളിലേക്ക് പല പല രീതിയിലായിരിക്കില്ലേ അറിയപ്പെടുന്നുണ്ടാകുക. എന്തായാലും നമുക്ക് 2-3 കപ്പളങ്ങേൻ്റെ തൈകളുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ആ ഒരു പച്ചമുളക് പറിക്കാൻ പോയി അവിടെ കാണിച്ചില്ലേ, അതിപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ളൂ. അത് ഒരുപാട് നാളൊന്നുമില്ല. അപ്പോൾ ചെറിയ കായ്ങ്ങനെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടി നാളായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒരുപാട് പൂക്കളും ചെറിയ കായകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടായി തുടങ്ങിയപ്പോൾ നോക്കിയാൽ നിറച്ചിങ്ങനെ കൊല കുത്തി കായ്ക്കുന്നില്ല. ആ ഒരു രീതിയിലാണ്. ഞാനിപ്പോൾ ഇന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊട്ടിക്കാറുണ്ട് നമ്മൾ തോരൻ വയ്ക്കാനൊക്കെ ആയിട്ട്. മുകളിലേക്കൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് 2 ഇനം കൂടി വേറെയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടി നല്ല സൈസ് വയ്ക്കുന്ന വേറൊരു വെറൈറ്റി ഇനാണേ. പിന്നെ ഇതവിടെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു അവോക്കാഡോയുടെ തൈയും കൂടി ഉണ്ട്. അതും അത്യാവശ്യം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞൊക്കെ പെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാമെങ്കിൽ നമ്മളിങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുല്ലുകളിലും അതുപോലെ തന്നെ ഏത് ഇലകളിൽ കൂടെയൊക്കെ നോക്കി നന്നായിട്ട് മഞ്ഞുതുള്ളി. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ആ ഒരു പുല്ലിലൊക്കെ നന്നായിട്ട് ഒരു മഴ പെയ്തൊരു എഫക്റ്റിലാണ് നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നത്. കാരണം ഒരു പുലർച്ചെ തൊട്ടേ നല്ല രീതിയിൽ ഇങ്ങനെ മഞ്ഞ് പെയ്ത് ഇപ്പോൾ രാവിലെ ആയാലും നല്ല രീതിയിൽ തന്നെ കോടയൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നന്നായിട്ട് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഈ പറിച്ചെടുത്ത കപ്പളങ്ങ ആയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. മുകളിലേക്ക് ചെറിയൊരു കയറ്റാണ്. പിന്നെ ആ ഒരു കയറ്റമൊക്കെ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറേ ചേമ്പും കൂട്ടുണ്ടല്ലോ. അതൊക്കെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. പൊട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മേൽഭാഗമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതേപോലെ തന്നെ നല്ല രീതിയിൽ കറയുണ്ട് കേട്ടോ, ഒരു വെള്ള കളറിലെ കറ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു തോലൊക്കെ ചെത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം തോലിങ്ങനെ കളഞ്ഞെടുക്കട്ടോ, കാരണം അത്യാവശ്യം നല്ല നീളമുള്ളതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് തോല് കളയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നാറുള്ളത്. ഞാനിതാ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ ആണിക്കുട്ടി നല്ല ഉറക്കം, അതൊക്കെ നീച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം നീക്കുന്നില്ല കേട്ടോ, നല്ല ഉറക്കമായിട്ട് കുറച്ചധികം ടൈം ആയിട്ടുണ്ടല്ലോ. സാധാരണ അപ്പോൾ നേരത്തെ നീക്കേണ്ടതാണ്, ഇന്നിപ്പോൾ നല്ല തണുപ്പും കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം. പിന്നെ ഇന്നലെ അവൾ കിടക്കാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നീക്കുമ്പോഴത്തേക്കും നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന അത്രയും ഒന്ന് ചെയ്ത് സെറ്റാക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫുള്ളായിട്ടൊന്ന് തൊലെല്ലാം കളഞ്ഞ് കഴിക്കുന്നു. പിന്നെ ഇതിനാന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ആവശ്യത്തിന് സവോള, പിന്നെ 2-3 പച്ചമുളക് മതി. പിന്നെ കുറച്ച് തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില ഇട്ടിട്ട് കടുക് പൊടിച്ച് നന്നായിട്ട് നമ്മൾ തോരൻ വയ്ക്കും. വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ നമ്മൾ ആവി കയറ്റി അടച്ച് വെച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തോരൻ റെഡിയാവും. അങ്ങനെ എന്താ പറയുക, നമ്മൾ എടുത്തിട്ടുള്ള ഒരു കപ്പളങ്ങയൊക്കെ നന്നായിട്ട് തന്നെ കൊത്തി അരിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേത് ഇതൊരു ഉൾവിളി വന്നിട്ടോ, അമ്മീന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ എനിക്ക് തോന്നിയിട്ട് ആൾ എണീച്ചിട്ടുണ്ട്. പിന്നെ വന്ന് നോക്കിയാൽ വീഡിയോ എടുക്കേണ്ടതെന്നാട്ടോ പറഞ്ഞത്. ഇന്നിപ്പോൾ വീഡിയോയിലൊന്നും വരാൻ വേണ്ടി ഒരു വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാതായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് അവളെ എടുക്കട്ടെ. പിന്നെ നമ്മുടെ ആണിക്കുട്ടിക്ക് ഇതാ മുഖമെല്ലാം കഴുകി കൊടുത്തിട്ട് അവൾ ഞാൻ പലകെ തേപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ഇട്ട് കളക്കണം. അപ്പോൾ ഞാനത് കുഞ്ഞടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വിറകടുപ്പിൽ 3 അടുപ്പാണ് വരുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ചെറിയൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയ അടുപ്പ് കത്തിച്ചാൽ അതിന് ആ ഒരു തീ നന്നായിട്ട് ഒരു ചെറിയ അടുപ്പിലേക്ക് കൂടി വരും. അപ്പോൾ ഞാൻ അവിടെ എനിക്ക് കളക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തായാലും ചിക്കൻ കറി വെക്കട്ടെ. ഈ അടുപ്പിലേക്ക് സബോളയൊക്കെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴലട്ടെ. നല്ല രീതിയിൽ തീ കത്തുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമുക്ക് എന്തായാലും ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലപ്പൊടി ഒന്ന് സെറ്റാക്കാണ്ടോ. കാരണം ഞാൻ ചിക്കൻ മസാല ഒന്നും ചേർക്കാറില്ല കേട്ടോ. നമ്മൾ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഗരം മസാലയുടെ സംഭവമാണ് ഞാൻ ചേർക്കാറുള്ളത്. കറുവപ്പട്ടായ, പെരിഞ്ചീരകം, കുരുമുളക്, അങ്ങനെ കുറച്ച് സ്പൈസസും അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് തന്നെ നൈസായിട്ട് പൊടിക്കിടുക. അത് നല്ല സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ചേർത്തില്ലെങ്കിലും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന ഒരു ടൈമിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു മസാല തന്നെയാണ് ഞാൻ എന്തായാലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ആവണിക്കൂടി നീക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ആ ഒരു തോരൻ വെക്കാനുള്ള പപ്പായൊക്കെ നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് സവോളയും അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകെല്ലാം മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുന്നു. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ കുറച്ച് കറിവേപ്പില നമ്മളാ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള മിക്സ് ഇട്ടിട്ടുണ്ട്. എന്നാൽ കൂടി ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു എസൻസൊക്കെ ഒരു എണ്ണയിൽ നിന്നൊക്കെ പിടിച്ചിട്ട് നല്ലൊരു സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ഒരു തണ്ട് കറിവേപ്പിലും ഇട്ടിട്ടുണ്ട് ആ എണ്ണയിലേക്ക്. അപ്പോൾ അടുക്കെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ തീയൊന്നും ഒരുപാട് അങ്ങനെ ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. ചെറിയൊരു തീ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്ന് അടച്ച് വെച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ ഒരു വെള്ളവും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ ചെറിയ രീതിയിലൊരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഇറങ്ങിക്കോളും. അതിൽ കിടന്നിട്ട് അങ്ങനെ അത് വെന്തോളും. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായാലും മഞ്ഞപ്പൊടി ഒന്നും എടുക്കട്ടെ. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റാക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു മഞ്ഞൾ നന്നായിട്ട് കഴുകി ഉണക്കി നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ നല്ല കളറും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് മതി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞളിനെ അപേക്ഷിച്ച് നല്ല കളറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇച്ചിരി ഇടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കളറും ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ലെങ്തി ആയി പോകുന്നൊന്നും അറിയില്ല കേട്ടോ. ഒന്നാമത് ഞാൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് ഒരുപാട് പരിപാടിയൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ വീഡിയോ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഡേ ഇൻ മൈ ലൈഫായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പാത്രങ്ങൾ കഴുകുന്ന ആ ഒരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ കറി ആവുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു സൈഡിൽ ചോറും, അതേപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ തോരനും കൂടി ആവുന്നുണ്ട്. ഇനി നമുക്ക് അടിക്കൽ തുടക്കുക അങ്ങനത്തെ കുറച്ച് ക്ലീനിങ് പരിപാടി അങ്ങനെ കുറച്ചുണ്ടാവും. നമ്മുടെ ആവണിക്കുട്ടിക്ക് അംഗൻവാടി പോകണം. അപ്പോൾ ആളവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ചിരിച്ചത് നല്ല ഹാപ്പി ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും മാവൊക്കെ നമ്മൾ ഇന്നലെ തന്നെ അരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം. നേരത്തെ അരച്ച് വയ്ക്കുമല്ലോ. ഇപ്പോൾ നല്ല കോടയൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ 6 മണിക്ക് ശേഷമൊക്കെ അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ പൊന്താറൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നേരത്തേക്ക് ഞാൻ അരച്ച് വെക്കാറുണ്ട്. അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് നന്നായിട്ട് പൊന്തി കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നായാലും മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടുക്കള ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക്
രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അതുപോലെ ആവണിക്കുട്ടീനെ ഒന്ന് കൊടുക്കണം. അപ്പോൾ അവൾക്ക് കൊടുക്കൽ തന്നെയാട്ടോ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പോൾ വെള്ളം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ മഴ പെയ്തിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എവിടെയൊക്കെ പൊട്ടിപ്പോയിരിക്കുമായിരുന്നു ടോസ്. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ പോയിട്ട് നമ്മൾ ഉറവിൽ നിന്നാണല്ലോ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അവിടെ കരട് കുടുങ്ങിയാലും അതേപോലെ നല്ല മഴയൊക്കെ പെയ്താലൊക്കെ ചിലപ്പോൾ വെള്ളമൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് തിരിക്കണം കേട്ടോ. അതൊരു വലിയ പരിപാടി തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കാടൊക്കെ ആയിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്ത് നമ്മളൊരു വെള്ളം എടുക്കുന്ന രീതിയിലൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ആയാലും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം. അപ്പോൾ രാവിലെ നമ്മൾ തിരിച്ച് വിട്ട ആ ഒരു ടൈമിൽ ഹൗസിലുള്ള ആ ഒരു പഴയ വെള്ളമൊക്കെയാണല്ലോ വന്നത്. അപ്പോൾ തന്നെ കലങ്ങിയിട്ടൊക്കെ വന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് കലക്കലായിരുന്നുണ്ട്. പിന്നെ എന്താ കുറേ നേരം കഴിഞ്ഞപ്പോൾ തെളിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും കുറച്ച് പാത്രം കൂടി ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നെ ഉറവിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. നല്ല ഐസ് പോലത്തെ ഒരു വെള്ളം തന്നെ കേട്ടോ വരുന്നത്. നമ്മൾ ഈ ഒരു വെള്ളം തന്നെ കേട്ടോ കുടിക്കാനും അതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഈ ഒരു വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൃഷിയിലേക്ക് നമ്മൾ വേറെ നമ്മുടെ പറമ്പിൻ്റെ താഴെ നമ്മളൊരു കുളം കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മോട്ടർ ഇട്ടിട്ട് അങ്ങനെ അടിക്കാറാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇതാ പണിക്ക് വരേണ്ട ടൈം ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ആയി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി കുപ്പിയിൽ വെള്ളം നിറയ്ക്കണം. അങ്ങനെ കുറച്ച് പരിപാടി കൂടി. അപ്പോൾ നല്ല പാത്രം എല്ലാം കയ്യിൽ കാണാം. അപ്പോൾ എന്താ ആ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയിട്ട് ദോശ ചുട്ടു കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടാട്ടോ പരത്തി എടുത്തുള്ളത് നമ്മുടെ ദോശയൊക്കെ. അപ്പോൾ നല്ല ചൂട് ദോശ അതുപോലെ തന്നെ ആൾക്കൊരു ചെറിയ കഷ്ണം ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാട്ടോ നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട്. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ അംഗൻവാടി പോകണോണ്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നാൽ ആൾ ആദ്യം പറയണത് അമ്മ അംഗൻവാടി ആൻറ്റി തന്നതുകൊണ്ട് വേണ്ട അതൊക്കെയാട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയായിട്ട് വരികയാണ്. അപ്പോൾ നോക്കി ഇപ്പം വേണ്ടാന്ന് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിപ്പിക്കട്ടെ കേട്ടോ. കാരണം ഇവിടെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അരമണിക്കൂറിന് മേളിൽ എടുക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞാലും കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ കുറേ നേരമൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടുമെങ്കിലും കഴിപ്പിക്കട്ടെ. കാരണം ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും കൊണ്ടുവിടുകയും കൂടി വേണമല്ലോ. പിന്നെ നമ്മുടെ ആവണിക്കുട്ടിക്കാണെങ്കിൽ ഓരോ ടൈമിൽ ഓരോ ഇഷ്ടങ്ങളാട്ടോ. അതായത് ആദ്യമൊക്കെ ആൾക്ക് നെയ്യൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നെയ്യിനോട് അത്രയ്ക്ക് അങ്ങ് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. ഞാൻ ദോശയൊക്കെ നെയ്യിട്ടിട്ട് ചുട്ടു കൊടുത്താലൊക്കെ ആദ്യമൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോഴായാലും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വലിയതായിട്ട് കഴിക്കില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ പുറത്ത് കൊണ്ടായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നേരെ പുറത്ത് വന്നാൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വേണ്ടാന്ന് തന്നെയാണോ പറഞ്ഞത്. ഇപ്പോൾ ഇത് തന്നെ കേട്ടോ എൻ്റെ വലിയൊരു ടാസ്ക്. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ആൾ 2 വായ കഴിച്ചു കേട്ടോ. പിന്നെ നമുക്ക് ചോറ് വറക്കണം കേട്ടോ. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കറിയും തോരനൊക്കെ നമ്മളിതാ വാങ്ങി വെച്ചിരിക്കുകയാണ്. അതേപോലെ ആ ചോറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് വറുത്ത് വയ്ക്കാം. കാരണം ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ ചാറൊക്കെ ആക്കി എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ കുഞ്ഞടുപ്പിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീ കത്തുന്നതിനും നമ്മുടെ മെയിൻ അടുപ്പിൻ്റെ ആ ഒരു തീ കത്തുന്നതിൻ്റെ ആ ഒരു ഇതിൽ നന്നായിട്ട് നോക്കി അത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അത്രത്തോളം അടുപ്പ് ഇങ്ങനെ ചൂടായി കിടക്കുകയാണല്ലോ. അപ്പോൾ അതാ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് മേളിൽ കൂടി ഒന്ന് വെതറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറീനെ കഴിക്കാൻ എടുക്കുന്ന ഒരു ടൈമിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ അടുപ്പിൽ എന്തായാലും ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തീ കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി നനയ്ക്കട്ടെ. കാരണം ചേച്ചിമാർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണ്ട. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം കൂടി വെക്കട്ടെ. പിന്നെ നമ്മുടെ തോരനൊക്കെ നോക്കി നല്ല ആവി വറക്കും വേണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാം നമ്മുടെ കറികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ക്ലീനിങ് പരിപാടി തന്നെയാണ്. അപ്പോൾ അടിക്കണം അതേപോലെ തന്നെ തുടയ്ക്കണം. അതാണ് നമ്മുടെ ഇനി മെയിൻ പരിപാടി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ആവണിക്കുട്ടിക്ക് ഫുഡൊക്കെ 2 വായൊക്കെ എങ്ങനെയൊക്കെയോ കഴിച്ചു കേട്ടോ. പിന്നെ എന്തായാലും വണ്ടി കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് അവിടെ കാർ ഷാമ്പൂളിലേക്ക് എടുത്ത് വയ്ക്കാൻ മറന്നു പോയിട്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ എടുത്ത് വയ്ക്കണം. അപ്പോൾ അതായത് നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിറ്റ് ഔട്ട് എല്ലാം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളമൊക്കെ നമ്മൾ കൈയോടെ അടിച്ച് കളഞ്ഞില്ല. ഇപ്പോൾ ആവണിക്കുട്ടി ഇപ്പോൾ നീച്ച അവസ്ഥയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറിഞ്ഞ് നടക്കുന്നതുകൊണ്ട് തന്നെ വീഴാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അവിടെ ഇനി പെട്ടെന്ന് തന്നെ തുടയ്ക്കണം ഇനിയിപ്പോൾ. പിന്നെ ഇപ്പോഴത്തേനും നമ്മുടെ ആ ഒരു നേരത്തെ കാണിച്ചുള്ള ഒരു കോട മൊത്തം പോയിട്ട് ചെറിയൊരു വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പിനും കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടൈലിലൊക്കെ നമുക്ക് ചെരുപ്പിടാൻ നടക്കുകയാണെങ്കിലും നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. ഒരു 10-11 മണി വരെയൊക്കെ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉള്ളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് ചൂടൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്താ നമ്മുടെ അടിക്കലിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ സിറ്റ് ഔട്ടും കൂടി ഒന്ന് തുടച്ചിട്ടുണ്ട്. ഇപ്പോൾ സിറ്റ് ഔട്ടും അടുക്കളയും മാത്രമേ തുടച്ചിട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് റൂമും ഹാളും ഒക്കെ നമുക്ക് തുടയ്ക്കാണ്ട്. അപ്പം എന്നാലും അതിന് മുന്നായിട്ട് നമ്മുടെ കുട്ടി കുറുമ്പിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവളെ ഒന്ന് അംഗൻവാടി പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കൂടി ഒന്ന് സെറ്റാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവളെ കൊണ്ടുവിട്ടതിന് ശേഷം നമുക്ക് വന്നിട്ട് തുടയ്ക്കാം. പിന്നെ നമ്മൾ കുറേയൊക്കെ ഫ്രീ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നായിട്ടൊന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അപ്പോൾ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ വരാതെ നോക്കി ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ തന്നെ കയ്യോടെ അങ്ങ് കൊണ്ടോട്ടെ. അപ്പോൾ ഞാൻ തുടയ്ക്കാൻ പോകുന്നതിന് മുന്നായിട്ടേ
ഞാൻ ആൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കുറച്ച് കോപ്രായങ്ങളൊക്കെ ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ നോക്കി അമ്മ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്ന പറയുമ്പോൾ നോക്കി നോക്കില്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുവാണേ. ഇനി നമ്മുടെ അടുത്ത യുദ്ധതാ ആളെ ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കലാട്ടോ. സംഭവം വരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇത് 7ാമത്തെ ഡ്രസ്സാട്ടോ ഇടുന്നത്. അതായത് ഒരു 6 ഡ്രസ്സ് ഇട്ടിട്ടും ആൾക്ക് ഒന്നും പറ്റില്ല കേട്ടോ. ആൾക്ക് വേറെ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ആൾ ഉദ്ദേശിച്ച ഡ്രസ്സ് കിട്ടുന്നവരെ ഇങ്ങനെ മാറ്റിയിട്ടതാണ്. ഇതിപ്പോൾ ഫിക്സ് ചെയ്ത പട്ടാട്ടോ കാണുന്നത്. പിന്നെ ഇതിൽ മാറ്റം വരുന്നതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ആൾക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കേട്ടോ. അവൾ പറയും കേട്ടോ ആ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിൽ ചില ഡ്രസ്സിനോട് ആൾക്ക് പ്രത്യേക ഇഷ്ടം തന്നെ കേട്ടോ. ഇനിയിപ്പോൾ എത്ര വട്ടം അത് ഇടാന്ന് വെച്ചാലും അവൾക്ക് ഒരു മടിയില്ല കേട്ടോ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ അവൾ അത് ഇട്ടോട്ടോ. കാരണം അങ്ങനെയാട്ടോ ചില ഡ്രസ്സിനോട് അവൾക്ക് പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇതാ ഒരു വിധത്തിൽ ഈ ഒരു ഡ്രസ്സിൽ ഉറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഞങ്ങൾക്ക് ഇനി കണ്ണെഴുതണം, പൊട്ട് തൊടണം, മുടി കെട്ടണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നിന്ന് തരുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ചിട്ടാട്ടോ ഓരോ പരിപാടികൾ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കി നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നമുക്ക് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് സുന്ദരിയാക്കാം കേട്ടോ. പിന്നെ തല തുടയ്ക്കുന്നതിനോട് ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. നോക്കി തലയൊക്കെ തുടയ്ക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ വെച്ചിട്ട് ഏത് വഴിക്കാണ് തോത്തൊക്കെ തട്ടിക്കളയാന്ന് അറിയില്ല. അപ്പോൾ ഒരു വിധത്തിലൊന്ന് സെറ്റാക്കി എടുക്കട്ടെ ആളെ ഞാൻ. ഞങ്ങളും ഇടുക്കി കുട്ടിയാട്ടോ. അപ്പോൾ ഇതാ നോക്കി കണ്ണെഴുതാനും ഓത്തിന് മുടി കെട്ടാനൊക്കെ ഇതാ ഒരു വിധത്തിലൊക്കെ സമ്മതിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ചെറിയോരോ യുദ്ധങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാട്ടോ ഞങ്ങൾ ഈ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതാ 2 ഭാഗത്തേക്ക് ഇതാ കൊമ്പൊക്കെ കെട്ടി മിടുക്കി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ല വെയിലായിട്ടുണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു കോട പൂർണ്ണമായിട്ട് പോയിട്ട് നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടേ. നേരെ കാണിച്ചു കൊടുക്ക്. 2 കൊമ്പിൽ തൊടുവാണോ? അപ്പോൾ അത് അഴിഞ്ഞു വരും. കാണട്ടെ. സുന്ദരിയാണോ ചോദിക്കി. പൂ വേണോ ഞാൻ അവളെ കുട്ടിക്ക്? ഏത് പൂവാ വേണ്ടേ? കാട്ടി കയറുന്ന പൂ മതിയോ? ഇത് പൂ വേണം. അപ്പോൾ ഇതാ ഏത് പൂ തലയിൽ വെക്കണം എന്നുള്ള ആലോചനയിലാട്ടോ. അപ്പോൾ ഇതാ കൂട്ടത്തിൽ ഇതാ ഇന്ന് എന്തായാലും മഞ്ഞക്കിളിയായിട്ടാട്ടോ നിൽക്കുന്നത്. മഞ്ഞയാണല്ലോ. ഇനിയിപ്പോൾ ആ മഞ്ഞപ്പൂ വേണോ നോക്കട്ടെ. ഇവിടെ നോക്കട്ടെ. മതി. ആ പൂ നമുക്ക് എടുത്ത് തലയിൽ വെക്കാം. ശരി, ഓക്കെ. അപ്പം എന്തായാലും ഇനി പോയിട്ട് ആളുടെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളമൊക്കെ ആകട്ടെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ക്ലൈമറ്റൊക്കെ മാറിയപ്പോൾ ഞങ്ങളിപ്പോൾ കുട എടുത്തിട്ടൊക്കെ കേട്ടോ അംഗൻവാടി പോകാറുള്ളത്. അപ്പം ഇതെല്ലാം ഒന്ന് ബാഗിലൊന്ന് സെറ്റാക്കട്ടെ. എല്ലാം റെഡിയാക്കിയതാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അതാ നോക്കി ഫോട്ടോയ്ക്ക് 2 പോസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നോക്കി ഒടുക്കത്തെ ചാടി ഇട്ടിട്ട് നിൽക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങോട്ട് തിരിയുന്നില്ല കേട്ടോ. ഫുള്ള് അങ്ങോട്ട് പോസ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഒരു സൈഡിലിരുന്നിട്ട് ആളുടെ ഫോട്ടോസ് വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ക്യാമറ ഓഫാക്കി എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈമിലാട്ടോ ആളിങ്ങോട്ട് നോക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ അംഗൻവാടിക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയാട്ടോ നമുക്ക് പോകാനുള്ളത്. വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള വഴി തന്നെയാട്ടോ. കാരണം നോക്കി ഫുള്ള് ഓരോ മഴയ്ക്ക് ശേഷം പൊട്ടിപ്പൊളിഞ്ഞ് നോക്കി ആ ഒരു ടാറിങ് മൊത്തം ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒഴുക്കി വന്നുകൊണ്ടിരിക്കട്ടെ ഓരോ മഴയ്ക്ക് ശേഷം. അപ്പോൾ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. 2 വീലറിൽ പോകുന്നവർക്ക് ഭയങ്കര റിസ്ക് തന്നെയാണ് ഈ ഒരു വഴി. പോവുകയാണല്ലേ? ബാഗ് എടുത്തു. അമ്മയുടെ കയ്യിലുണ്ട് ബാഗ്. എപ്പോഴാണ് അമ്മക്കുട്ടി അംഗൻവാടി പോയിട്ട് തിരിച്ചു വരുവാ? നാളെ വരുള്ളൂ. വൈകുന്നേരം വരും എന്ന് പറയാം. എന്നാൽ ശരി, നാളെ അമ്മക്കുട്ടീനെ വിളിക്കാൻ വരാം. സുന്ദരിയാണോ? സുന്ദരി കുട്ടിയാണോ അത്? ചാറ്റ് കൊടുക്കുന്നത് എല്ലാവർക്കും. ചാറ്റ് കൊടുത്ത് ബായ് പറ. ഇവിടെ നോക്കിയിട്ട് പറ. വാ പൊക്ക തുറക്കാൻ കിട്ടുമോ? ഒരു ഉമ്മതാ. ശരി, ടാറ്റ ബായ്. എപ്പോഴാ വരിക? നാളെയോ? ശരി എന്നാ. അങ്ങനെ ഇതാ പറഞ്ഞ പോലെ ഇതാ ടാറ്റയും ഉമ്മയൊക്കെ തന്നിട്ട് നോക്കി നല്ല ഹാപ്പി ആയിട്ടാട്ടോ അവൾ ഉള്ളിലേക്ക് കയറി പോയിരിക്കുന്നത്. ഇത് നേരത്തെ പകുതി ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേനും വീണ്ടും അമ്മയെന്ന് ഉള്ളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ടാറ്റ കൊടുത്തപ്പോഴത്തേനും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. പിന്നെ അംഗൻവാടിക്ക് വരാൻ അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെ കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ നമുക്കിനി 3 മണിക്ക് തിരിച്ച് ആളെ കൂട്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ. നമ്മുടെ ഇന്നത്തെ ദിവസം ഫുള്ള് എടുക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് എടുത്ത് വന്നപ്പോഴത്തേനും കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും സെക്കൻഡ് പാർട്ടായിട്ട് നാളെ തന്നെ അപ്ലോഡ് ചെയ്യട്ടെ. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കില്ല.